വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ നൈക പിങ്ക് ഫ്രൈഡേ സെയിൽ ഹോളിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പം ഞാൻ 1 ചെയ്തപ്പോഴും ആലോചിച്ചു ഇനി എത്ര പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ പാർട്ട് 2 എന്ന് പറയുന്നത് വളരെ ലെങ്തി ആവും 1നേക്കാളും, കാരണം അത്രയും പ്രൊഡക്റ്റുകളുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇൻട്രോ ഒന്നും നീട്ടി പോകുന്നില്ല, നമുക്ക് വേഗം വീട്ടിലോട്ടേക്ക് പോവാം. വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങിച്ചോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അവീനോടെ ബേബി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് മോന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, വിൻ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഭയങ്കര സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പം മൊത്തം അവന് ബോഡിയിൽ അപ്ലൈ ചെയ്യാനും ഫേസിൽ അപ്ലൈ ചെയ്യാനും വാങ്ങിച്ചതാണ്. ഇത് ഓൾറെഡി അവൻ യൂസ് ചെയ്ത് തുടങ്ങി. അവൻ അമ്മയുടെ ഹോൾ വീഡിയോ ഒന്നും വെയിറ്റ് ചെയ്തില്ല, വന്നപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്, ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് സ്കിന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. അടുത്തതൊരു ഹെയർ മാസ്ക് ആണ്. ഇത് ഡവിൻ്റെ ഹെയർ മാസ്കാണ്. അപ്പോൾ ഡവിൻ്റെ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് ഇപ്പം കുറച്ചായിട്ട് നല്ല നല്ല റിവ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അണ്ടർ റേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻഫ്ലുവൻസസൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൽ റിവ്യൂസും നല്ലതാണ് കേട്ടോ, നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തത് പ്ലമ്മിൻ്റെയാണ്. അപ്പം ഇതാ കുഞ്ഞിയാണ് എടുത്തത്. ഇതെനിക്ക് സ്യൂട്ട് ആവുമെന്ന് അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തു. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഒരു ഫുഡ് സ്പായാണ്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം ജീവ ഓർ അങ്ങനെ എന്തോ ആണ്, ജവ, എനിക്കറിയില്ല പ്രൊനൗൺസിയേഷൻ കറക്റ്റ്. അപ്പോൾ ഇത് എൽബോ, നീ, നെക്ക്, ബാക്ക്, ഫുഡ് സ്ക്രബൊക്കെ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതിന് നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, വലിയൊരു ജാർ തന്നെയാണ്, കുറേ യൂസ് ചെയ്യാം. ഇതിന് വലിയ റേറ്റൊന്നുമില്ല, 250 രൂപയാണ് MRP കാണുന്നത്. അപ്പം ഇതിലും കുറഞ്ഞിട്ടാണ് നമുക്ക് സെയിൽ സമയത്ത് കിട്ടുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു കോട്ടൺ പാഡാണ്, നമ്മൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ ഒരു കോംബോ പോലെയാണ് കിട്ടുന്നത്. വെറ്റ് വൈപ്സ്, എൻ്റെ വെറ്റ് വൈപ്സ് ഒക്കെ തീർന്നു. അപ്പം ഇത് രണ്ടും കോംബോ പോലെ കിട്ടുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. തുലിപ്പിൻ്റെ വെറ്റ് വൈപ്സ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മുന്നത്തെ വീഡിയോയിൽ ഒരു ക്ലെൻസിങ് ഓയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ പ്ലമ്മിൻ്റെ ഈ ഒരു ക്ലെൻസിങ് ബാം കൂടെ എടുത്തിട്ടുണ്ട്. ഇതെനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്തു, പക്ഷെ അതിൻ്റെ പകുതി ആവുമ്പോഴത്തേനും എന്താ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞത് വെച്ചാൽ ഞാൻ ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്കൊക്കെ വല്ലപ്പോഴും അല്ലേ വീണ്ടും, അങ്ങനെ അത് എന്താ പറയുക കളയേണ്ടി വന്നു. അപ്പോൾ ഞാനിത് പുതിയത് വാങ്ങിച്ചതാണ്. ഇത് യൂസ് ചെയ്യുന്നവർക്കറിയായിരിക്കും, അടിപൊളിയാണ് സംഭവം, നന്നായിട്ട് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യും. കണ്ടോ ഇങ്ങനത്തെ. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങി. ഇതിൽ ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതൊക്കെ സെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല ഓഫറിലാണ് കിട്ടിയത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു പെഡിക്യൂർ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലാണ്ട് നമ്മളിങ്ങനെ ക്രാക്സ് ഒക്കെ വരുന്ന സമയത്ത് ഇത് നല്ലതാണ് കേട്ടോ. മുന്നേ എൻ്റെ അടുത്ത് ഉണ്ടായത് മിനിസോഡ ഒന്നാണ്, അത് അടിപൊളിയായിരുന്നു. ഇതിൽ ബ്രഷ് വരുന്നില്ല, ഇങ്ങനെ ഈ സ്ക്രബ് ചെയ്യേണ്ട ഈ ഒരു സാധനം മാത്രമേ വരുന്നത്. ഇതിന് 129 കാണിക്കുന്നത്, അതിലും കുറഞ്ഞിട്ട് തന്നെയാണ് കിട്ടിയത് സെയിൽ സമയത്ത്. റിവ്യൂസൊക്കെ നല്ല കണ്ടു. ഇത് നല്ല ഇങ്ങനത്തെ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നതല്ലേ നല്ലതാണ്. ഈ ഇങ്ങനെ ക്രാക്കൊക്കെ വരുമ്പം അങ്ങനെ വിണ്ട് കീറില്ലേ നമ്മളെ, അപ്പോൾ അത് ഈ മടമ്പൊക്കെ, അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യാൻ നല്ലത്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ അറിയാലോ, ബ്യൂട്ടി ഓഫ് ജോസോൺ ആണ് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീൻ അല്ല. അപ്പോൾ അത് നമ്മൾ സ്പെഷ്യൽ ഒക്കേഷനിൽ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. എൻ്റെ ഒരു ഗോ ടു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പം ലാക്മിയാണ് കേട്ടോ. ലാക്മിയുടെ ആ ഒരു പുതിയ ജെൽ സൺസ്ക്രീനില്ലേ, ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഗ്ലോയി ലുക്ക് തരുന്നൊരു സൺസ്ക്രീനാണത്, നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതാണ് ഗോ ടു സൺസ്ക്രീനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ റീക്വിലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. ഈ ഒരു കൊറിയൻ സൺസ്ക്രീനാണ്, ബ്യൂട്ടി ഓഫ് ജോസോൺ. ആൻഡ് ഇത് ശരിക്കും 1500 ആണ് റേറ്റ്, പക്ഷേ സെയിൽ സമയത്ത് നമുക്ക് 1000-നൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്. ഇത് ഈ ഒരു എന്താ പറയുക വൈറലാകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നൈക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടുകയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ അത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ലൂസ് പൗഡറാണ്, കെ ബ്യൂട്ടിയുടെ. ഇത് നമ്മൾ ഈ കൺസീലറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പൊതുവേ ലൂസ് പൗഡർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എടുത്ത ഷെയ്ഡ് ബനാന ഷെയ്ഡാണ് എടുത്തത്.
ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കെ ബ്യൂട്ടിയുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടമാണ്. കാരണം ഞാൻ ഇതിൻ്റെ ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല, വന്ന പാടെ ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അവിടെ അങ്ങ് വെച്ചിരിക്കുക. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഖാദി നാച്ചുറലിൻ്റെ ഈ ഒരു സാൻഡൽവുഡ് ഫേസ് പാക്കാണ്. ഇതിങ്ങനെ പൗഡറാണ് കേട്ടോ. സാൻഡൽവുഡും അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഒരു ടാനൊക്കെ നമ്മൾ പെട്ടെന്ന് ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇത് രണ്ടും സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ പാലോ തൈരോ യൂസ് ചെയ്യേണ്ടി വരും. റോസ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, നല്ലോണം ഡ്രൈ ആവും. ആൻഡ് ഇതൊരു കുഞ്ഞി ബോട്ടിലാണ്. 105 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു സ്റ്റീലിൻ്റെ ഉള്ളൊരു ബോട്ടിലാണ് കേട്ടോ. ഞാനതിൽ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ വെച്ചു വലിയ ബോട്ടിലാണ് ഈ സാധനം വരുന്നത്. കുഞ്ഞി ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് വന്നിരിക്കുന്നത്. അടുത്ത ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മാറിയൊരു ടോണറാണ്. ഈ ഒരു സെറാമൈഡ് മോച്ചി ടോണർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ട് സ്കിന്നുള്ളവർക്കാണ് നല്ലത്. കാരണം ഇതൊരു മിൽക്കി അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം ഒരു വെള്ളം പോലത്തെ ഒരു ടോണറാണ്. അപ്പം ഇതിൽ സെറാമൈഡാണ് കൂടുതലുള്ളത്. അറിയാമല്ലോ, സെറാമൈഡൊക്കെ ആകുമ്പോൾ നല്ലോണം സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഇതാണ്. നമുക്കൊരു പ്ലംപി നല്ലൊരു ഹൈഡ്രേറ്റഡ് സ്കിന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന. ആൻഡ് ഇവർ പറയുന്ന ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് 0 ആണ്, സിന്തറ്റിക് കളർ 0 ആണ്, ആനിമൽ ബേസ്ഡ് ഇൻഗ്രീഡിയൻറ്റ് 0 ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ടോണി മോളി ഇതാണ് ബ്രാൻഡ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് സെയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇതിനെ പറ്റിയിട്ട് നല്ല റിവ്യൂസ് കണ്ടു ഞാൻ. നല്ല ഡ്രൈ ഈ ഒരു സമയത്ത് ഈ ഒരു വിൻ്റർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടോണറാന്നൊക്കെ കേട്ടു. ഞാൻ മുന്നേ ഉള്ള എൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എനിക്ക് റോസ് വാട്ടർ ടോണറാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. ടോണർ ഇൻ ദ സെൻസ് ഞാനൊന്ന് എന്താ പറയുക, ഒരു റിഫ്രഷിങ്, ഒരു ഹൈഡ്രേറ്റിങ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഡ്രൈ സ്കിന്ന് നല്ലതാണെന്ന് കേട്ടു. അങ്ങനെ ഞാൻ എടുത്തതാണ്. ആൻഡ് ഇത് കുറേ പോകും കേട്ടോ. ഒരു ലോങ് ടേം നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വാങ്ങിക്കാൻ പറ്റും. കാരണം ഇത്രയും വലിയ ബോട്ടിലാണ്. ഇത് പെട്ടെന്നൊന്നും എന്തായാലും തീരില്ല. അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് ജൂൺ 27 വരെ ഉണ്ട് ഏതായാലും. അടുത്തതൊരു ഫ്രീ ഐറ്റമാണ്, ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സ്റ്റീം മാസ്ക്. ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ സ്റ്റെപ്സൊക്കെ ഉണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഡാമേജ് ഹെയറൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ സലൂണിലൊക്കെ ചെയ്യുന്ന സംഭവം നമുക്ക് വീട്ടിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ഉള്ളവർക്ക് നല്ലതാണെന്നൊക്കെ കാണുന്നുണ്ട് ഇത്. അപ്പോൾ ഇതിൽ എന്തെല്ലോ സംഭവങ്ങളുണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. സ്റ്റീം ക്യാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എന്താ പറയുക, കുളിക്കുന്നതിന് മുന്നേട്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ, ഇത് വായിച്ചു നോക്കിയിട്ടില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഏതായാലും 4 സ്റ്റെപ്സ് പ്രൊസീജിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ഹെയർ റാപ്പാണ് നൈക്കയുടെ. ഇതിൻ്റെ ഒരെണ്ണം എൻ്റെ അടുത്തുണ്ട്. ഞാനിപ്പം ഒരെണ്ണം കൂടി വാങ്ങിച്ചു. ഇത് നമ്മളെ എന്താ പറയുക, ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ, അതായത് ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരു 50% വെള്ളം നമുക്ക് പോയി കിട്ടും കേട്ടോ. എന്നിട്ട് ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങുമല്ലോ. അപ്പോൾ ഞാനൊക്കെ കുളിക്കുന്ന സമയത്ത് എപ്പോഴും ഇവിടെ ഉള്ളപ്പോൾ ഡ്രയർ യൂസ് ചെയ്യും. വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു കളറാണ് എടുത്തത്. ആൻഡ് ഇതും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു മീഡിയം ഹെയർ ഉള്ളവർക്ക്, ഭയങ്കര ലോങ് ഹെയർ ഉള്ളവർക്ക് ഇത് കൊള്ളുമെന്ന് തോന്നുന്നില്ല. അവരുടെ ഹെയറിന് ഇത് സ്യൂട്ടാവാൻ തോന്നില്ല, കാരണം അത്രയേ വരുന്നുള്ളൂ. അടുത്ത ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ നോക്കി വെച്ചിരിക്കുകയാണ് ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ഈ ഒരു ബോഡി മിസ്റ്റ്. ഇത് ജപ്പാനീസ് ചെറി ബ്ലോസം. ഇതിൻ്റെ സ്മെല്ല് ഞാൻ വേറൊരു ബ്രാൻഡിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ല് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറുതുണ്ടായിരുന്നു. ചെറുതിനേക്കാളും ലാഭം സെയിൽ സമയത്ത് ഇത് വാങ്ങുമ്പോഴാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തത്. ഇതിൻ്റെ ചെറുതിന് 780 ഇത്രയും വലുതിന് 800 അപ്പോൾ ഞാൻ പിന്നെ ഇതെന്നെ എടുത്തു. അപ്പോൾ ഇത് എത്ര ml വരുന്നത്? ഇത് 236 ml എന്നാണ് കാണിക്കുന്നത്.
അടിപൊളിയാണ്. 26 വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഏതായാലും എനിക്കിഷ്ടമാണ് ഈ ബോഡി മിസ്റ്റൊക്കെ യൂസ് ചെയ്യാൻ. നമുക്കൊരു എന്താ പറയുക, ഒരു റീഫ്രഷ്മെൻറ്റ് കിട്ടാനും ഒരു നല്ല ഇതല്ല. നമ്മളൊരു മൂഡിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ നോക്കി സെയിൽ സമയത്ത് വാങ്ങിച്ച ഒരു സംഭവമാണ് ഈ ഒരു മിസ്റ്റ്. അവരുടെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള വേറൊരു മിസ്റ്റ് ഉണ്ട്, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഇതാണ് കിട്ടിയത്. അത് കഴിഞ്ഞ പിന്നെ ഇതാണ്. അപ്പോൾ ഞാൻ ഇതെടുത്തു. അപ്പോൾ ലാസ്റ്റ് ഐറ്റം ഒരു ലക്ഷൂറിയസ് കാറ്റഗറിയിൽ വരുന്നൊരു പ്രൊഡക്റ്റാണ്. കുറേ കാലമായി ഞാൻ കാർട്ടിലിട്ട് വെച്ചൊരു സംഭവമാണ്. ഞാൻ നോക്കുമ്പോഴൊക്കെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഈ സെയിൽ സമയത്ത് ഇതിന് വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. ഏതൊരു കാർഡ് യൂസ് ചെയ്താൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ കയ്യിലില്ല. അപ്പം ഞാനങ്ങനെ ഫൈനലി എടുത്തു കാലിയുടെ ഈ ഒരു പെർഫ്യൂം. ഇതിൻ്റെ ചെറിയ ബോട്ടിലാണ് കേട്ടോ ഇത്, 10 ml. ഇതിന് തന്നെ 2500 ഉണ്ട്. ഇത് ഉട്ടോപ്പിയ വെനില കോക്കോ 121 ആണ്. ആൻഡ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇത് ഏതോ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ട് അപ്പം മുതൽ നോട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ വെനില തന്നെ അവരെ കുറേ ഇതുണ്ട്, ഫ്രാഗ്രൻസിൻ്റെ ഫ്ലേവർ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വെനില കാറ്റഗറിയിൽ. അപ്പോൾ ഇതാണോ അവരുടെ എന്താ പറയുക ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്? ആ വാനിലയും ഇതും ഒന്നാണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു നോട്ടിൽ ജാസ്മിൻ വരുന്നുണ്ട്. എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ ഈ ജാസ്മിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത്. അതായത് മുല്ലപ്പൂവിൻ്റെ ആ ഒരു സ്മെല്ലല്ല ഈ പെർഫ്യൂമിൽ വരുമ്പോൾ ഞാൻ എന്തായിക്കോട്ടെ, അഗർബത്തി ആയിക്കോട്ടെ, എനിക്ക് ജാസ്മിൻ്റെ സ്മെല്ല് വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടിൽ ജാസ്മിൻ ഉണ്ട്. അപ്പോൾ അതർവൈസ് എനിക്ക് വാനില ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഫ്ലേവറിനോട് ഭയങ്കര ഇതൊന്നുമില്ല, അഡിക്ഷനൊന്നുമില്ല. പക്ഷെ കൂടുതലും ഒരു മസ്കി, പൊതുവെ എനിക്ക് ജെൻസിൻ്റെ പെർഫ്യൂമിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഇതിന് ഒരു നോട്ട് ജാസ്മിൻ ഉണ്ട്. അപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു സ്മെല്ലാണ്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക തലവേദന എടുക്കുന്ന സ്മെല്ലല്ല. പക്ഷേ എങ്കിലും ഒരു നോട്ടിൽ ജാസ്മിൻ ഉള്ളതുകൊണ്ട് എനിക്ക് സങ്കടമായിപ്പോയി. കാരണം ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചു വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. അങ്ങനെ ഇതിൻ്റെ ബോട്ടിലില്ലേ, വാ ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ്, കണ്ടോ? യെസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു സെയിലിലെ ലക്ഷറിയസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾ ഈ ഒരു സെയിൽ ഹോൾ വീഡിയോ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചിലതൊക്കെ കുറച്ച് മാത്രം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതുമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള വീഡിയോകളിൽ. ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ഇട്ടതിരിക്കും. ബൈ.